Assalamu alaikum. Welcome to Zeus Pepe Candy. അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ ഇങ്ങനെ അടുക്കാറായില്ലേ. അപ്പോൾ പെരുന്നാളിന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മട്ടൻ ബിരിയാണി ട്രൈ ചെയ്താലോ. ഞാനിവിടെ ഒരു 4 പേർക്ക്, അതായത് ചെറിയ ഫാമിലിക്ക് വേണ്ടിയുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത്. ഒരു 1/2 കിലോ മട്ടൺ വെച്ചുള്ള ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. സാധാരണ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 1 കിലോ മട്ടണ് 1 കിലോ റൈസാണ് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡ് ബിരിയാണിയുടെ ഒരു റേഷ്യോ അങ്ങനെ. എന്നിരുന്നാലും നമുക്ക് ബിരിയാണിക്കൊരു നല്ല ടേസ്റ്റ് വരാനായിട്ട് മീറ്റിൻ്റെ അളവ് കുറച്ച് കൂട്ടുന്നതും അല്ലെങ്കിൽ അരിയുടെ അളവ് കുറച്ചും കൂടെ കുറയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതായത് 1 കിലോ മട്ടണിന് ഒരു 4 കപ്പ് അരി മതിയാവുമെന്നാണ് എൻ്റെ ഒരു കണക്ക്. ഞാനിവിടെ 1/2 കിലോ മട്ടൺ വെച്ചിട്ട് ഞാനൊരു ഇഫ്താറിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പെരുന്നാളൊന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ ഇഫ്താറിന് വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കിയതാണ്. അപ്പം 4 പേർക്ക് കഴിക്കാനുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ മട്ടണിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഏലക്കാപ്പൊടി, മട്ടൻ ബിരിയാണി വെക്കുമ്പോൾ ഏലക്കാപ്പൊടി മസ്റ്റായും ചേർക്കണം, ഗരം മസാല, പെരിഞ്ചീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി തലശ്ശേരി സ്റ്റൈലിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് മുളക് പൊടി ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി മാത്രം ചേർത്താൽ മതി കേട്ടോ. കുരുമുളക് പൊടിയാണ് തലശ്ശേരി സ്റ്റൈലിൽ വെക്കുമ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് അരി കഴുകിയെടുക്കാം. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, 1 കിലോ മട്ടണ് നമുക്ക് 1 കിലോ റൈസാണ് ഒരു സ്റ്റാൻഡേർഡ് ബിരിയാണിയുടെ റേഷ്യോ. പക്ഷേ നമുക്ക് ആ മീറ്റിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ ഈ 1 കിലോ റൈസ് എന്ന് പറയുന്നത് 5 കപ്പാണ്. നമുക്കൊരു 4 കപ്പ് എടുത്താൽ മതിയാവും. ഞാനിവിടെ 1/2 കിലോ മട്ടന് 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. നന്നായി കഴുകിയിട്ട് നമുക്കത് ഒരു 20 മിനിറ്റെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. നാടൻ സ്റ്റൈലിൽ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ജീരകശാല അരിയോ അല്ലെങ്കിൽ കൈമ അരിയോ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. നെയ്ച്ചോറ് വെക്കുന്നതൊക്കെ അരി വെച്ചിട്ട് ബിരിയാണി വെക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ ചൂടാകുമ്പോൾ ഏതെങ്കിലും ഓയിൽ എടുക്കാം, റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും എടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്ത കാര്യം മറക്കരുത്, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തലശ്ശേരി സ്റ്റൈലിൽ വെക്കുന്നെങ്കിൽ നമുക്ക് മുളക് പൊടി ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെ എരിവാണ് നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള നല്ല ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ കുക്കായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മട്ടണിൽ നിന്ന് വെള്ളം ഇറങ്ങും, അത് കാരണം അതിൽ കൂടരുത്. 1/4 കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഈ മട്ടൺ അടിയിൽ പിടിക്കാതിരിക്കാൻ, കുക്കറിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. കുക്കറിലല്ല, പാനിലാണ് കുക്ക് ചെയ്യുന്നത്. സാധാരണ ഒരു പാനിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഗ്രേവിക്ക് ഒരുപാട് വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി മട്ടണിൽ നിന്ന് തന്നെ കിട്ടും, മട്ടണിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് കാരണം ലേശം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 2 വിസിൽ കുക്ക് ചെയ്തെടുക്കുക. മട്ടൻ്റെ വേവ് അനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. അതിനായിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള ചൂടുവെള്ളം എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി തുടക്കക്കാർക്കൊക്കെ ചിലപ്പോൾ ആ ഒരു ഇങ്ങനെ ഒരുമിച്ച് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അരി വേവിച്ച് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ സാധാരണ മന്തിക്കൊക്കെ ചെയ്ത പോലെ ഇരട്ടിയിലധികം വെള്ളം വെച്ചിട്ട് അതിന് അടുത്ത് തന്നെ നിൽക്കണം. റൈസ് കറക്റ്റ് കുക്കാവുമ്പോൾ ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഹോൾ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിരിയാണി റൈസിൽ ഉപ്പില്ലെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഏകദേശം ഒരു 3-3.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർ ഉപ്പ് തീർച്ചയായിട്ടും നോക്കിയിട്ട് വേണം അരി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് അരിക്ക് 1 ടേബിൾ സ്പൂൺ കണക്കിന് ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയല്ല, നമുക്ക് അരി വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ടും കുക്ക് ചെയ്തെടുക്കാം. അത് നേരത്തെ ചിക്കൻ ബിരിയാണിക്കൊക്കെ ചെയ്ത പോലെ
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഗരം മസാലയും ഉള്ളിയെല്ലാം വഴറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇത് കുറച്ചും കൂടി എളുപ്പം മെത്തേഡാണെന്നേ ഉള്ളൂ കേട്ടോ. ആ ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയുടെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അങ്ങനെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഹൈയിൽ വെക്കണം. എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ലോയിലാക്കിയിട്ട് നമ്മളൊരു മൂടി വെച്ച് അടച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനേ. ഇതിനകത്തേക്ക് ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ചേർക്കാൻ മറക്കരുത് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എന്നിട്ട് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം, പെട്ടെന്ന് കുക്കാവും. ബസ്മതി അരിയോ ജീരകശാല അരിയൊക്കെ പെട്ടെന്ന് കുക്കാവും. അത് കാരണം തുടക്കക്കാർ എന്തായാലും അവിടെ നിന്ന് അടുത്തുനിന്ന് പോകരുത്. അല്ലെങ്കിൽ റൈസ് നമുക്ക് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിരിയാണി ഫ്ലോപ്പായി പോവും. ഇനി നമുക്ക് ബിരിയാണി ലെയർ ചെയ്യാം. അതിനായിട്ട് നമ്മളിപ്പോൾ മട്ടൺ ഓൾറെഡി കുക്ക് ചെയ്യാൻ വെച്ചല്ലോ, ആ മട്ടൺ ഇതിനകത്തേക്ക് ഒരു പാനിൽ ബിരിയാണി ഉണ്ടാക്കാൻ വെക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി കണ്ടോ ഗ്രേവി ആയിട്ടുണ്ട്. ഗ്രേവി നന്നായിട്ട് മട്ടണിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഗ്രേവി ആയിട്ടുണ്ട്. നമ്മൾ തൈരൊക്കെ ചേർത്തത്, അപ്പോൾ അത് അത്യാവശ്യം ഗ്രേവി ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അല്പം ഗ്രേവിയും വേണം, കാര്യം നമ്മൾ റൈസ് ഒരു 90% കുക്കായിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ഇനി ഗ്രേവിയിൽ കിടന്ന് വേണം, ബാക്കി ദമ്മിൽ കിടന്നിട്ട് വേണം നമുക്ക് റൈസ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം ഈ ഗ്രേവി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് ഗരം മസാല, നമ്മൾ മട്ടണിൽ ഓൾറെഡി ഗരം മസാല ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു ഗ്രേവിയിൽ ചേർക്കണം. കുറച്ച് ഗരം മസാല, അല്പം പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി. നമ്മൾ മട്ടൺ വെക്കുമ്പോഴാട്ടോ പെരിഞ്ജീരകപ്പൊടി ഏലക്കപ്പൊടിയും കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണി വെക്കുന്നതിനേക്കാളും മട്ടണും ബീഫും ഒക്കെ വയ്ക്കുമ്പോൾ ഇത് അല്പം കൂടുതൽ ചേർക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുതിനയില എനിക്കില്ലായിരുന്നു, അപ്പോൾ മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ. പുതിനയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും മറക്കാതെ ചേർക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കൻ ചെയ്ത് നമ്മുടെ റിക്വയർഡ് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ റൈസ് അല്പം വേവ് കുറഞ്ഞു പോയെങ്കിൽ നമ്മൾ ഗ്രേവി ഇത്രയും കുറുക്കി എടുക്കേണ്ട കാര്യമില്ല, ഇതിന് മുകളിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് എൻ്റെത് കറക്റ്റ് പരുവായിരുന്നു, ഒരു 90% കുക്കായിട്ടുണ്ടായിരുന്നു. ഇനി മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ നെയ്യ് ഇങ്ങനെ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഗരം മസാല ഒരു ദം പൊട്ടിക്കുമ്പോൾ ആ ഒരു മണമൊക്കെ വരാനായിട്ട് അല്പം ഗരം മസാല ഒന്ന് വിതറി കൊടുക്കുന്നു. ഇനി നമുക്ക് നന്നായി ചൂടാക്കിയ ഒരു ഇരുമ്പ് ചട്ടിയുടെ മുകളിലേക്ക് ഈ ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് ഫ്രൈഡ് അണിയൻ, കാഷ്യൂ, റേസിൻസ്, പിന്നെ മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ഇതെല്ലാം വേണം കേട്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ മറക്കാതെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നിൽ അലുമിനിയം ഫോയിൽ വെച്ച് നന്നായി കവർ ചെയ്ത് ദം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നല്ല ടൈറ്റായിട്ടുള്ളൊരു ലിഡ് വെച്ച് അടച്ചാലും മതി. എന്നിട്ട് ചെറിയ തീയിൽ ആവി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കുക. അരമണിക്കൂർ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് ഇതുപോലെ വരും. കണ്ട ആവി വരുന്നുണ്ടാവും, നല്ലൊരു മണമാണ് ഈ ഒരു ലിഡ് തുറക്കുമ്പോൾ. ഇനി സെർവ് ചെയ്യുമ്പോൾ മട്ടൺ പൊടിഞ്ഞു പോവാതെ നമ്മൾ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിത് സെർവ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാര്യം നോമ്പ് തുറക്കാൻ വേണ്ടിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ദയവായി ക്ഷമിക്കുക. ഈ ഒരു മട്ടൺ ബിരിയാണിയുടെ കൂടെ നമുക്കൊരു തേങ്ങാ ചട്നി ഇല്ലേ, പച്ചമുളകും കറിവേപ്പിലേക്കിട്ട് അരച്ച തേങ്ങാ ചട്നിയും, പിന്നെ അല്പം സവോളയും ടൊമാറ്റോ എല്ലാം സ്ലൈസ് ചെയ്ത് പച്ചമുളകും എല്ലാം സ്ലൈസ് ചെയ്തിട്ട് അല്പം വിനീഗറും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടതും, പിന്നെ നമ്മുടെ പിക്കിളും നല്ല നാരങ്ങ അച്ചാറും ഒക്കെ കൂട്ടി പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും ബിരിയാണി സൂപ്പറാണ്. ഈ ഒരു മട്ടൺ ബിരിയാണിയുടെ റെസിപ്പി കുറച്ച് നാളായിട്ട് എൻ്റെ 2-3 ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സായ രാജി, ഫെബിൻ, രഹന എന്നിവർക്ക് വേണ്ടി ഞാൻ ഈ റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെ മറന്നാലും ബിരിയാണി ഉണ്ടാക്കാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ അനദർ വീഡിയോ. ബൈ.